കേരളത്തിൽ ഇന്ന് കശുവണ്ടി മേഖലയിൽ 840 ഫാക്ടറികൾ പ്രവർത്തിക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിലെ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കശുവണ്ടി ഫാക്ടറികളെല്ലാം കൂടി 3.5 ലക്ഷത്തോളവും തൊഴിലാളികൾ പണിയെടുത്തിരുന്നു. അതിലേതാണ്ട് 90% സ്ത്രീ തൊഴിലാളികൾ പണിയെടുക്കുന്ന ഒരു മേഖലയാണ് കശുവണ്ടി മേഖല. ആ കശുവണ്ടി മേഖലയിൽ നമുക്കുണ്ടായിരുന്ന ഒരു പ്രത്യേകത, മറ്റ് രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കശുവണ്ടി പ്രോസസ്സിംഗ് നടത്തിയ പരിപ്പിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. നമ്മളിത് കരിച്ച് വറുത്തെടുക്കുന്ന തോട്ടണ്ടിയാണ്. അത് പൊളിച്ച് നമ്മുടെ സ്ത്രീ തൊഴിലാളികൾ ബോർമയിൽ വിറക് കൊണ്ട് കത്തിച്ച് പാകമാക്കിയെടുക്കുന്ന തോട്ടണ്ടി കൈകൊണ്ട് തല്ലി അത് പൊടിയാതെ അതിൻ്റെ പാകത്തിന് അടർത്തിയെടുത്ത് അത് കരിച്ചു വറുക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നത്. അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് മറ്റ് രാജ്യങ്ങളെ ആകർഷിച്ചിരുന്നത് ഈ കരിച്ചു വറുക്കുന്ന കശുവണ്ടി പരിപ്പിൻ്റെ ടേസ്റ്റാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലിപ്പോൾ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജീവിത സാഹചര്യങ്ങൾ വളരെ പ്രയാസകരമാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും എല്ലാ അർത്ഥത്തിലും കേരളം ഒരു പൊതു പട്ടണം എന്നുള്ള ഒരു തരത്തിൽ എല്ലാ സാധനങ്ങൾക്കും വിലവർധനവും നീങ്ങി നിൽക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് സാധാരണക്കാരൻ്റെയും കൂലി അതുപോലെ അവന് ജീവിക്കാനുള്ളൊരു കൂലി കിട്ടാത്തൊരു മേഖലയാണ് ശരിക്കും പറഞ്ഞാൽ കശുവണ്ടി മേഖല. എന്നിരുന്നാലും ചില സാമൂഹിക സുരക്ഷയൊക്കെ അവിടെ കിട്ടുന്നത് കൊണ്ട് ആ തൊഴിലാളികൾ ഒരു സ്ഥിര ജോലി എന്നുള്ള തരത്തിൽ തുച്ഛമായ വേതനത്തിൽ കേരളത്തിൽ പണിയെടുത്തിരുന്നു. അതിൽ 80-90% സ്ത്രീകളായിരുന്നു. 10% പുരുഷന്മാർ മാത്രമേ ആ മേഖലയിൽ ജോലി ചെയ്തിരുന്നുള്ളൂ. പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് കേരളത്തിൽ 840 ഫാക്ടറിയിൽ 100-ൽ താഴെ ഫാക്ടറികളാണ് ഇന്ന് പ്രവർത്തിക്കുന്നത്. അത് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള കാഷ്യൂ കോർപ്പറേഷനും ക്യാപെക്സും. കാഷ്യൂ കോർപ്പറേഷൻ്റെ ഉടമയിൽ മേൽനോട്ടത്തിൽ 30 ഫാക്ടറിയും ക്യാപെക്സ് എന്ന കോപ്പറേറ്റീവ് സെക്ടറിൽ 10 ഫാക്ടറിയും, അങ്ങനെ 40 ഫാക്ടറികൾ കേരളത്തിൽ സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്നു. ഇത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സ്വകാര്യ മേഖലയിൽ. ആ സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടെ ഇന്ന് 100-ൽ താഴെ ഫാക്ടറികളാണ് വർഷത്തിൽ കുറഞ്ഞ ദിവസം എങ്കിലും തുറന്ന് പ്രവർത്തിക്കുന്ന സ്ഥിതി. ഇതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ കശുവണ്ടി പ്രോസസ്സിംഗ് നടക്കുന്നുണ്ട്. പക്ഷേ ആ പ്രോസസ്സിംഗ് നടത്താനുള്ള റാ മെറ്റീരിയൽസ് എന്നുള്ള നിലയിൽ കശുവണ്ടി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടി നമ്മുടെ സർക്കാരുകൾ കേരളത്തിൽ ചെയ്തില്ല എന്നുള്ളതാണ്. നമ്മുടെ ഫാക്ടറികളുണ്ട്, അത് നടത്താനുള്ള റാ മെറ്റീരിയൽസ് നമ്മൾ വിയറ്റ്നാമിൽ നിന്നും ടാൻസാനിയയിൽ നിന്നുമൊക്കെ ഇറക്കുമതി ചെയ്യുകയാണ്. ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കശുവണ്ടി തൊഴിലാളികൾ കൈകൊണ്ട് തല്ലിയെടുക്കുന്ന ആ കശുവണ്ടി പ്രോസസ്സ് നടത്തി കിട്ടുന്ന അണ്ടിപ്പരിപ്പിന് വേൾഡ് മാർക്കറ്റിൽ ആ വേൾഡിലെ മാർക്കറ്റിനെ അനുസരിച്ച് പിടിച്ചു നിൽക്കാൻ നമ്മുടെ ഇവിടുത്തെ ഉടമകൾക്ക് സാധിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മെക്കനൈസേഷനാണ്. ആ മെക്കനൈസേഷൻ കശുമാവ് കൃഷി നടത്തി കശുവണ്ടി കൃഷി നടത്തുന്ന രാജ്യത്ത്, വിയറ്റ്നാം പോലുള്ള രാജ്യത്ത്, ഒരു ദിവസം ഒരു ഫാക്ടറിയിൽ 2000 ചാക്ക് വരെ പ്രോസസ്സ് നടത്തുന്ന സ്ഥിതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഉൽപ്പാദിപ്പിക്കാനുള്ള ചെലവ് കുറവ് മതി, ലേബർ കുറവ് മതി. മെക്കനൈസേഷൻ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉൽപ്പാദന ചെലവ് കുറവും അവർക്ക് ലോക മാർക്കറ്റിൽ വില കുറച്ച് അവരുടെ പ്രോഡക്റ്റ് കൊടുക്കാനും സാധിക്കുന്നു. ഇങ്ങനെ വന്നപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പരിപ്പിന് ലോക മാർക്കറ്റുകളിൽ വില കുറച്ച് കൊടുക്കേണ്ട അവസ്ഥ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഇറക്കുമതി ചെയ്യുന്ന തോട്ടണ്ടിയേക്കാൾ കൂടുതൽ നമ്മുടെ പ്രോസസ്സിംഗ് ചാർജും എല്ലാം കൂടി വരുമ്പോൾ അവർക്ക് ആ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. അതിൻ്റെ മുഖ്യ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കേരളത്തിൽ ഇഷ്ടം പോലെ തരിശുഭൂമികൾ സർക്കാരിൻ്റെ കയ്യിലുണ്ട്, വനം വകുപ്പിൻ്റെ കയ്യിലുണ്ട്. ആ കൃഷിഭൂമിയിലെല്ലാം നമുക്ക് കശുമാവ് കൃഷിയെ പ്രോത്സാഹിപ്പിച്ചിരുന്നുവെങ്കിൽ
ഈ വ്യവസായങ്ങളെല്ലാം ലാഭകരമായി നമ്മുടെ നാട്ടിൽ തന്നെ അസംസ്കൃത വസ്തു നമുക്ക് നിർമ്മിച്ച് നമുക്ക് പ്രോസസ്സ് നടത്തി നമ്മൾ നിശ്ചയിക്കുന്ന വിലയ്ക്ക് ആഭ്യന്തര മാർക്കറ്റിൽ തന്നെ നമുക്ക് വിൽക്കാൻ സാധിക്കുമായിരുന്നു. ഇതിന്ന് മഹാരാഷ്ട്ര പോലുള്ള അല്ലെങ്കിൽ ഗോവ പോലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലാണ് ഇന്ന് കശുമാവ് കൃഷി ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതും കൂടുതൽ ഫാക്ടറികളിൽ നിന്ന് പ്രവർത്തിക്കുന്നതും മറ്റ് സംസ്ഥാനങ്ങളിൽ. ഇന്നിപ്പോൾ ഉള്ള സ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ 3.5 ലക്ഷം കശുവണ്ടി തൊഴിലാളി ഉണ്ടായിരുന്ന കേരളത്തിൽ ഇന്നിപ്പോൾ നമ്മൾ കണക്കെടുത്താൽ ഒരു 1.5 ലക്ഷത്തിൽ താഴെ തൊഴിലാളികളെ ഇന്ന് ജോലി ചെയ്യാൻ അല്ലെങ്കിൽ പിരിഞ്ഞു പോകാത്തതായ തൊഴിലാളികളുണ്ട്. പക്ഷേ ഈ മേഖലയിലേക്ക് പുതുതായി തൊഴിലാളികൾ കടന്നു വരുന്നില്ല. ഇപ്പോൾ പല ഫാക്ടറികളും പ്രവർത്തിക്കുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ടാണ്. അവരെ ഈ തല്ലല്ല, അവർ പുതിയ സംവിധാനം അനുസരിച്ച് കട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഈ തോട്ടണ്ടി അവർ കട്ട് ചെയ്തെടുക്കുന്നത്. അവർ വളരെ ഫാസ്റ്റായിട്ട് ഈ ജോലികൾ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ നമ്മുടെ പുതിയ തലമുറ ഈ മേഖലയിലേക്ക് ആകർഷിക്കുന്നില്ല, അവർ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ തൊഴിലാളികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുകൾ സംഭവിച്ചുകൊണ്ടിരിക്കും.